ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير صدق الله العلي العظيم അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത കൈക്കൊള്ളണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഒരു പുതിയ സ്വാതന്ത്ര്യ ദിനത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. 2025 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇന്ന്. ഈ രാജ്യത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ 79-ാം സ്വാതന്ത്ര്യ ദിനം. യഥാർത്ഥത്തിൽ ഇത് എത്ര പേർക്ക് മനസ്സറിഞ്ഞ് സ്വാതന്ത്ര്യത്തിനെ ആഘോഷമാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ പൂർവികർ, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ധാരാളം മഹാരഥന്മാർ ഒരുമിച്ചുകൂടി നേടിയെടുത്ത സ്വാതന്ത്ര്യം, അത് എല്ലാ അർത്ഥത്തിലും പിച്ചി ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആഭ്യന്തരമായി നമ്മുടെ രാജ്യത്ത് നടന്നു കൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ പൂർവികരായ ആ മഹാരഥന്മാരെയും അതേപോലെ സകല പ്രവാചകന്മാരെയും വിശുദ്ധ ഖുർആനിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു ആത്മപരിശോധന നടത്തുക എന്ന് പറയുന്നത് വിശ്വാസി സമൂഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഏതുതരം ആധിപത്യത്തിനെതിരെയും പ്രത്യേകിച്ച് വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമൊക്കെ രാജ്യത്തിന്റെ വിമോചിപ്പിക്കുക എന്ന പ്രവർത്തനമൊക്കെ ഇസ്ലാം ആദർശത്തിന്റെ ഭാഗമായി കണ്ട മതമാണ്. ആദർശത്തിന്റെ ഏറ്റവും വലിയ താല്പര്യമാണ് സകല അടിമത്തത്തിൽ നിന്നും ആളുകളെ വിമോചിപ്പിക്കുക എന്നത്. അതേപോലെ തന്നെ ആദർശത്തിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യഥാർത്ഥ അടിമത്തത്തിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരും വിശ്വാസികളും എഴുന്നേറ്റ് നിൽക്കേണ്ടത്. വിദേശ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും അതിനെ വലിയ കാര്യമായി തന്നെയാണ് കാണേണ്ടത്. അതോടൊപ്പം അതുപോലെ തന്നെയാണ് യഥാർത്ഥ ആധിപത്യത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ ആദർശവാക്യം നമുക്കറിയാൻ സാധിക്കും. ലാ ഇലാഹ എന്നതാണ് ആദ്യം. ഒരു ഇലാഹുമില്ല, എല്ലാ ഇലാഹുകളിൽ നിന്നും വിമോചിപ്പിക്കുക. അവിടെ അവസാനിപ്പിക്കാൻ ഒരു പഴുതും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇല്ലല്ലാഹയോട് കൂടിയിട്ടല്ലാതെ അള്ളാഹുവിലേക്ക് സമർപ്പിതരായി മാറ്റണം ഈ സമൂഹത്തെ. ലാ ഇലാഹ മാത്രമായി നടക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഉൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ ഈ മേഖലയിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷവും അതേപോലെ ലാ ഇലാഹയും ഒക്കെ ചിലപ്പോൾ അംഗീകരിച്ചാലും പകരം അള്ളാഹുവിനെ കൊണ്ടുവരാൻ ഇല്ലല്ലാ അംഗീകരിക്കുവാൻ സന്നദ്ധമാവാത്ത ഒരു ഖൗമായി ഈ സമൂഹം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോഴേ ഒരാൾ വിശ്വാസിയായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ മേൽ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഫാസിസ്റ്റുകൾ. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ വൈദേശിക ആധിപത്യത്തിൽ നിന്നും വിമോചിപ്പിച്ച് ഫാസിസ്റ്റുകളുടെ അമ്മിക്കടിയിലേക്ക് ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും വെച്ചുകൊടുക്കുന്ന ഒരു വളരെ തലതിരിഞ്ഞ ഒരവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് സ്വാതന്ത്ര്യ ദിനം അനുഭവിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ജന്തുക്കൾ പോലും ചെയ്യാത്ത പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. മൃഗങ്ങൾ പോലും, ഒരു മൃഗം മറ്റൊരു മൃഗത്തിന് കീഴ്പ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഒരിക്കലും. ആഹാരത്തിന് വേണ്ടി പിടിച്ച് കഴിച്ചേക്കും, അതൊക്കെ പ്രകൃതിയിൽപ്പെട്ട ഒരു സംഗതി മാത്രമാണ്. നമ്മളും പലതും അറുത്ത് തിന്നുന്നുണ്ടല്ലോ, അതുപോലുള്ള സംഗതി മാത്രമാണ്. പക്ഷെ അടിമത്തം, വിധേയത്വം എന്ന് പറയുന്നത് ഒരു മൃഗം മറ്റൊരു മൃഗത്തിന് വിധേയപ്പെടുന്ന ഒരവസ്ഥ. സിംഹം കാട്ടിലെ രാജാവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതൊരിക്കലും പ്രാവർത്തിക ലോകത്തുണ്ടാവുകയില്ല. ഒരു സിംഹവും അത് അംഗീകരിക്കുകയില്ല, മറ്റു മൃഗങ്ങളും അത് അംഗീകരിക്കുകയില്ല. എന്നാൽ മനുഷ്യന്റെ പ്രത്യേകതയാണ് മറ്റു മനുഷ്യരെ അടിമകളാക്കി വെക്കുക, അവരുടെ മേൽ ആധിപത്യം നേടുക. ഇത് ഗുരുതരമായ പാതകമാണ്. ഇത്തരം സ്വാതന്ത്ര്യ നിഷേധം, മനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ച മനുഷ്യനെ ഇത്തരം ആധിപത്യം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അതിന് വലിയ കുറ്റകരമായ കർമ്മമായിട്ടാണ് ഇസ്ലാം നമ്മളും അങ്ങനെ തന്നെ, മനുഷ്യകുലം മുഴുവനും അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത വിചാരണ ഈ മേഖലയിലൊക്കെ വരാനുണ്ട്. ആരാണോ വാണത് ആ വാണവരും, അതേപോലെ വാഴിച്ചതാരാണ്, ഇത്തരം മറ്റു മനുഷ്യരുടെ മേൽ ചില മനുഷ്യർ ആധിപത്യം വാഴിച്ചതാരാണോ, വോട്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ വാഴിച്ചതാരാണെങ്കിലും ആരൊക്കെയാണോ വിധേയപ്പെട്ട് കൊടുത്തത്, അങ്ങനെ വാഴുന്നവന് രാജാധിപത്യത്തിനും ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും ഫാസിസത്തിനും മുതലാളിത്തത്തിനും ഒക്കെ ആരാണോ വിധേയപ്പെട്ട് കൊടുത്തത് അവരെ ഉൾപ്പെടെ അള്ളാഹു സുബ്ഹാനഹു തആല കൊടിയ കുഫർ വെച്ചുകൊണ്ട് തന്നെ, കുഫറാണത്, അതേപോലെ ഷിർക്കാണത്, അതേപോലെ മുസ്ലിമാണെന്ന് വാദിച്ചുകൊണ്ട് അത്തരം പണിക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ അത് മുനാഫിക്കാണ്, നിഫാക്കാണ്. ഇത് വെച്ചുകൊണ്ട് അള്ളാഹു വിചാരണ ചെയ്യുന്ന ഒരു നാള് പൂർവികരായ നമ്മുടെ സമൂഹമൊക്കെ അത് ഭയപ്പെട്ടിരുന്നു. പ്രവാചകന്മാരെ പോലെ തന്നെ സഹാബികളൊക്കെ അത് ഭയപ്പെട്ടിരുന്നു. ഇന്ന് അത്തരം ഒരു ചിന്തയോ ഭയമോ ഇല്ലാത്ത സമുദായമായി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ അതീവ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വിദായിൽ ഈ ഇസ്ലാമിനെ പൂർത്തീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട ജീവിയാണ്, അല്ലെങ്കിൽ വിഭാഗമാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവൻ, അതേപോലെ അവന്റെ ധനം, അതിലൊക്കെ ഉപരിയായിട്ട് അവന്റെ അഭിമാനം പവിത്രമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ പവിത്രമായ അതിനെ സംരക്ഷിക്കുക എന്ന ബാധ്യത മനുഷ്യകുലത്തിന്റെ മുഴുവൻ ബാധ്യതയാണ്. അതിന് നേതൃത്വം കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ മഹാസന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു പ്രവാചകൻ സാക്ഷ്യം വഹിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു തആല കനിഞ്ഞേകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം.
അവന്റെ സ്വാതന്ത്ര്യം, അവന് ദൈവത്തിനുൾപ്പെടെ കീഴ്പ്പെടുകയും കീഴ്പ്പെടാതിരിക്കുകയും ചെയ്യാം. അവൻ അവൻ്റെതായിട്ടുള്ള നോക്കൂ, നിങ്ങൾ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഈ രാജ്യത്ത് എന്താണ് അവശേഷിക്കുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി എന്താണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് അവശേഷിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഭാവിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും വിചാരണ നടത്തുവാൻ, സ്വന്തത്തെയും സമൂഹത്തെയും ഒക്കെ വിചാരണ നടത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഭരണഘടന ഏറ്റവും പവിത്രമാണ് എന്ന് കരുതുന്ന ഈ രാജ്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറ്റുന്ന ഭരണഘടന അത് നാൾക്ക് നാൾ പിച്ചി ചീന്തി കഷ്ണങ്ങളാക്കി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ആരെങ്കിലും കൊണ്ടു തന്നതല്ല, നമ്മുടെയൊക്കെ തന്നെ പൂർവികർ നമുക്ക് ഏൽപ്പിച്ച വളരെ വലിയൊരു സ്വാതന്ത്ര്യം. അതിനുശേഷം ഇവിടെയുള്ള ഏറ്റവും പവിത്രമായ ഒരു ഭരണഘടന എന്ന് പറയുന്നത് അവർ നമുക്ക് നൽകിയതാണ്. ഇന്ന് ചിന്തിക്കുവാൻ സ്വാതന്ത്ര്യം നൽകുന്നില്ല, ഫാസിസം ചിന്തിക്കാൻ അനുവാദം നൽകുന്നില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തിരിച്ച് ഗർഭാപ്പസിയിലേക്ക് വരണം. നീ ചിന്തിക്കുകയാണെങ്കിൽ ഹിന്ദുത്വത്തെ കുറിച്ചോ ഹൈന്ദവതയെ കുറിച്ചോ അല്ലാതെ ഒരുത്തൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ ആ നിലപാടിലേക്ക് മാറാൻ ഇടയുണ്ട്. മാറിക്കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ, അവൻ ഏതെങ്കിലും വിശ്വാസത്തിന്, അവൻ ഇഷ്ടപ്പെട്ട ഒരു വിശ്വാസം സ്വീകരിക്കുവാൻ അനുവാദമില്ല. വേറൊരുത്തിന് അതിലേക്ക് ക്ഷണിക്കുവാൻ അധികാരമില്ല, അവകാശമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എടുത്തു കളയപ്പെട്ട ഒരവസ്ഥയാണ്. ആരാധന സ്വാതന്ത്ര്യമില്ല. നോക്കൂ നിങ്ങൾ, മതമാറ്റ നിരോധനമാണ്. സംസ്ഥാനങ്ങളിൽ ഉടനീളം അത് വ്യാപകമായി പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വല്ല മതവും മാറുന്നുണ്ടെങ്കിൽ ഹൈന്ദവതയിലേക്ക് മാത്രമാണ് അനുവാദം. വേറൊരു മതത്തിനും മതവിശ്വാസത്തിനും ഒരർത്ഥത്തിലും സ്വാതന്ത്ര്യമില്ല, മതപ്രബോധന സ്വാതന്ത്ര്യവുമില്ല. എനിക്ക് വലിയൊരു സത്യം ബോധ്യപ്പെട്ടാൽ അത് മറ്റവന്റെ അടുത്ത് പോയി എന്റെ സുഹൃത്തിനോട് അത് പറയുവാൻ എനിക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല, ഭരണഘടന നടക്കുന്ന പദവിയിലും അവസരങ്ങളിലും സമത്വമില്ല എന്ന് മാത്രമല്ല, തികച്ചും അനീതിയാണ്. നോക്കൂ നിങ്ങൾ, 65 ലക്ഷം വോട്ടുകൾ ബീഹാറിലെ 65,000 വോട്ടല്ല, 65 ലക്ഷം വോട്ടുകൾ അതിന്റെ ആധാരത്തിൽ നിന്ന് ഇതുവരെ കൊണ്ടു നടന്നിരുന്ന രേഖയിൽ നിന്ന് വെട്ടി അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, സുപ്രീം കോടതി ഇപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, രേഖ സമർപ്പിക്കാനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ പോലും ഇതിന് എവിടുന്ന് ധൈര്യം കിട്ടി എന്നതാണ്. ഇപ്പൊ മാത്രമല്ല, നോക്ക് നിങ്ങൾ, ഇപ്പൊ കേൾക്കുന്നത് ഇന്നത്തെ പത്രം എടുത്തു നോക്കുമ്പോ ഒരു ഫാസിസ്റ്റിന്റെ വീട്ടിൽ മാത്രം 113 വോട്ട്. മാത്രമല്ല, ഒരു ഫാസിസ്റ്റ് നേതാവിന് അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ 17ഓളം വോട്ടുകൾ, അദ്ദേഹത്തിൻ്റെതല്ലാത്ത കുറെ വോട്ടുകൾ അനുവദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ എത്രത്തോളം വ്യാജമായിട്ടാണ് ഫ്ളാറ്റുകളിലൊക്കെയാണ് വോട്ട്. അതേപോലെ BJPയുടെ ഓഫീസിലെ വോട്ടുകൾ, ധാരാളം വോട്ടുകൾ ഓഫീസിൽ, ആരാണ് അവിടെ താമസിക്കുന്നവരും ഉണ്ടായിക്കൊള്ളുമെന്നില്ല. അങ്ങനെ ആ അർത്ഥത്തിലെ വോട്ട് എന്ന അവസരം, ഏറ്റവും അവസാനത്തെ ഒരു കണികയാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. അതുൾപ്പെടെ പിച്ച ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം പോയിട്ട് എന്തൊക്കെ ഭീകരമായ വ്യത്യാസമാണ് അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നിടത്ത് കുറ്റവാളികൾ മുഴുവൻ രക്ഷപ്പെടുകയും നിരപരാധികൾ മുഴുവൻ അറുകൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന വൈരുദ്ധ്യം, അതാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നെന്താണ് അതിന്റെ ഭരണഘടനയുടെ അവസ്ഥ? ഇതാണ്. ദേശീയ പതാകയുടെ അവസ്ഥ എന്താണ്? പോരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദയനീയമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജനത. അതെങ്ങാനും ഉയർത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. അത്രത്തോളം കാട്ടിക്കൂട്ടാൻ പള്ളികളിൽ ഉൾപ്പെടെ അത് ഉയർത്തേണ്ട ഗതികേടിലേക്കാണ് ഈ ഫാസിസം അതൊക്കെ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സറിഞ്ഞല്ലേ ആഘോഷിക്കാൻ, മനുഷ്യന്റെ മനസ്സിന്ന് ആഹ്ലാദത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണല്ലോ ആഘോഷം. അത് ഇന്നില്ലാതെ മാത്രമല്ല, നോക്കും നിങ്ങൾ, പാർലമെന്റും അതേപോലെ ജുഡീഷ്യറിയും കോടതികളും ഒക്കെ അവസാനം തിരഞ്ഞെടുപ്പ് വോട്ടവകാശത്തിൽ വരെ കൈവച്ചുകൊണ്ട് നീ ഇവിടെ ഒന്നുമല്ല എന്ന് പറയുന്ന ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കും നിങ്ങൾ, വെട്ടിമുറിക്കപ്പെടാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഓരോ ഭാഷക്കാരും ദേശക്കാരും വിഭജിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ രാജ്യങ്ങളായി മാറുന്നിടത്തേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കയ്യാളി എല്ലാം ഫാസിസം നോക്കും നിങ്ങൾ, അടിത്തറകൾ മുഴുവനുമായി തകർന്നു. തൃശ്ശൂരും അതേപോലെ മഹാദേവപുരം ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. മഹാദേവപുരത്തിലെ കഥയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതുപോലുള്ള സ്ഥലങ്ങളിലെ അവസ്ഥകളാണ് ഈ കാണാൻ സാധിക്കുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നിങ്ങൾ ഈ വോട്ടുകൾ വെട്ടിമാറ്റുക മാത്രമല്ല, 1,00,000 ചില്ലാനം വോട്ട് യന്ത്രം കാണാതെയായിട്ട് കാലങ്ങളായി. അത് എവിടെയാണ്? ആ കാണാതായ 1,00,000 ചില്ലാനം വോട്ട് യന്ത്രം എവിടെയാണ്? അത് ആ സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതാണ്, എന്നിട്ട് എടുത്ത് മാറ്റാനുള്ളതാണ്. ഏതൊക്കെ ബൂത്തുകളാണോ, എന്നിട്ട് അവർ ചെയ്തു വെച്ച വോട്ടുകളുണ്ട്, അതിങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ട്. ഇതൊക്കെ കേരളത്തിൽ വരെ ഇതൊക്കെ നടക്കുന്നു, തൃശ്ശൂർ വരെ ഇതൊക്കെ നടക്കുന്നു. പിന്നെ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്, അടിമത്തത്തിന്റെ ഭീകരമുഖം, ഭയാനക മുഖം എന്ന് പറയുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദ്യമുണ്ട്, വമാലക്കും, നിനക്ക് എന്ത് പറ്റിയടോ എന്ന ഖുർആന്റെ ചോദ്യമാണ്. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്ലിമീൻ, നമുക്ക് അറിയുന്ന ആയത്താണ്. ജനം കേണുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാശകാരികളിൽ നിന്ന്, മദ്യം വിളമ്പുന്ന ചൂതാട്ടവും അഴിമതിയും തോന്നിവാസവും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, അറുകലക്ക് യാതൊരു മടിയുമില്ലാത്ത ഈ ഭീകരവാദികളിൽ നിന്ന്, തീവ്രവാദികളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണേ എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് പിടിക്കണം. നമസ്കരിക്കുന്ന എന്നോടും നിങ്ങളോടും അല്ലാഹു കൽപ്പിച്ചതാണ്. കപ്പലിൽ ഓട്ടയിടുമ്പോ ശ്രദ്ധിക്കണം. നിങ്ങൾ കപ്പലിൽ ഓട്ടയിടുകയാണ്, ഈ രാജ്യമാകുന്ന കപ്പലിൽ തന്നെയാണ് ഓട്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. തകർന്ന് മുങ്ങാൻ പോവുകയാണ്. അപ്പോഴും നമ്മൾ ചില കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമാണ് ഇതിനൊന്നാമത് ഉത്തരം പറയേണ്ടി വരിക. നമ്മളോടാണ് കപ്പലിന് ഓട്ട ഇടുന്നിട്ട് കേട്ടോ, ഈ ഓട്ട കൈപിടിക്കുക എന്ന് പറയുന്നത്. മാനിഷാദ എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. അരുത് കാട്ടാള എന്ന് പറയാത്ത ഒരു വിശ്വാസം ഒരു മതവും അംഗീകരിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, മറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മഹാപ്രവാചക ദൗത്യത്തിലേക്ക് നമ്മൾ നേതൃപരമായി പങ്കുവഹിക്കണം. പ്രസംഗം കുറച്ചിട്ടാണെങ്കിലും പ്രവർത്തനത്തിലേക്ക്, കർമ്മരംഗത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. പ്രഭാഷണങ്ങൾ ഘോഷിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ കർമ്മരംഗത്തിലേക്ക്, നമ്മൾ പ്രവൃത്തിപഥത്തിലേക്ക് ഇറങ്ങി വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ സ്വാതന്ത്ര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദാറുൽ ഉലൂമും ദൈവബന്ധും ജമിയത്തുൽ ഉലമാ ഹിന്ദും പണ്ഡിത നേതൃത്വവും ഒക്കെ ഉള്ള ആളുകൾ, അവരിൽ നിന്നാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ, ഈ ഇന്ത്യക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ ചിന്ത രൂപപ്പെട്ടു വരുന്നത്. അവിടെ നിന്ന് പഠിച്ച വിദ്യാർത്ഥി ആളുകളാണ് ഈ ചിന്ത വ്യാപകമായി മുന്നോട്ട് നീക്കിയത്. അതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാരി മരക്കാർമാർ നമുക്കറിയാൻ സാധിക്കും. ടിപ്പു സുൽത്താൻ നോക്കുന്നതൊന്നും മാറി മറക്കാൻ പോലും അനുവാദമില്ലാത്ത അത്രത്തോളം അടിമത്തമാണ്. കഴുത്തിൽ പാത്രം കെട്ടി നടക്കുന്ന ഒരു വിഭാഗം ജനത, ആ ജനതയ്ക്ക് മാറി മറക്കാനുള്ള അനുവാദം പോലും വാങ്ങിക്കൊടുത്ത ടിപ്പു സുൽത്താൻ, അതേപോലെ മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ്, വിശുദ്ധ ഖുർആന് പോലും പരിഭാഷ എഴുതിയ മഹാരഥന്മാർ, മൗലാന ഷൗക്കത്ത് അലി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഫസൽ പൂക്കോയ തങ്ങൾ, പൊന്നാനി മക്തൂമുമാർ, ആലി മുസ്ലിയാർ, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, വക്കം മൗലവി, മൊയ്തു മൗലവി, മമ്പുറം തങ്ങൾ തുടങ്ങി മരിച്ചു വീണ, ഇതിൽ പലരും മരിച്ചു വീണിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീണ മഹാരഥന്മാർ ഒരുപാട് ആളുകൾ. അവരാണ് ഇത് നമ്മളെ അമാനത്തായിട്ട്, സമൂഹമേ, സമുദായമേ, നിങ്ങളുടെ കയ്യിൽ ഈ രാജ്യം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്, ഈ ഭരണഘടന ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി മാറിയത്. ആ ഖിലാഫത്ത് പ്രസ്ഥാനം കയ്യിലെടുത്തുകൊണ്ടാണ്, ആവേശം കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ മൊത്തം സ്വാതന്ത്ര്യവും നേടിയെടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുമ്പോ നമ്മൾ അങ്ങനെ അത് മായ്ച്ചോട്ടെ, എല്ലാം തീർത്തോട്ടെ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് നമ്മളും നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധം മാത്രം ശരിപ്പെട്ടാൽ മതി എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഈ മനുഷ്യരെ മുഴുവൻ കുരുതി കൊടുത്തുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ ആഘോഷം ഇസ്ലാം അനുവദിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാണ്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് എന്ന. ഉഖ്രിജത്ത് ഖൗമിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിർത്തപ്പെട്ടവരാണ്. നിങ്ങളാണ് ഇതിന്റെ കാര്യങ്ങൾ. മധു സാഹിബ് ചോദിക്കുന്നുണ്ട്, ഉപ്പുരസമില്ലാത്ത ഉപ്പ് എന്തിനാണോ ഭൂമിയിൽ? ഒരു ഉപ്പിന് ഉപ്പുരസമില്ലെങ്കിൽ അത് എന്തിനു വേണം? അത് ഇട്ടിട്ട് വഞ്ചിക്കാൻ അധികം വഞ്ചിക്കപ്പെടും ആളുകളൊന്നുമില്ല. അദ്ദേഹം വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്, ഒരു കിണറിൽ വെള്ളമില്ല എങ്കിൽ എന്തിനാ കിണറ്? ശുദ്ധജലത്തിന് വേണ്ടി കുത്തിയ കിണറാണ്, അതിൽ വെള്ളമില്ല എങ്കിൽ ആ കിണർ തൂർത്ത് കളയും അല്ലാഹു സുബ്ഹാനഹു തആല. തൂർത്തുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്, അല്ലെങ്കിൽ അത് അപകടമാണ്. ഈ സാധനം ഈ കോലത്തിൽ ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് അപകടമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നിടത്തേക്ക് വരണം. നിങ്ങൾ നന്മ കൽപ്പിച്ചാൽ തന്നെ യഥാർത്ഥ നന്മയാണ് ആ കൽപ്പിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും ഇരുട്ട് നീങ്ങും, തിന്മ വിരോധിക്കപ്പെടുക തന്നെ ചെയ്യും, തിന്മയില്ലാതെയാവും. അത് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് വെച്ചാൽ പ്രകാശമാണ്. പ്രകാശം വന്നാൽ പിന്നെ ഇരുട്ടിന് നിലനിൽപ്പില്ല, അത് പ്രകൃതി നിയമമാണ്. നിങ്ങൾ കൂരിരുട്ടുള്ള ഒരു റൂമിൽ ഒരു മെഴുകുതിരി നിങ്ങൾ കത്തിച്ചാൽ പിന്നീട് അവിടെ കൂരിരുട്ടിന് പ്രസക്തിയില്ല, അതവിടെ പോയേ പറ്റൂ. അതിനങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ അടിഞ്ഞുകൂടാൻ സാധ്യമല്ല എന്നതാണ്. അതൊരു വലിയ പ്രകാശ ഗോപുരമാക്കി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിന്മയുടെ ശക്തികൾ അതിൽ നിന്ന് തിരോഭവിക്കുക തന്നെ ചെയ്യും. കാരണം
അള്ളാഹുവിന്റെ നൂറായിരിക്കണം അത്. അള്ളാഹു നൂറ് സമാവാത്തി വൽ ആകാശഭൂമികളുടെ പ്രകാശമത്തെ അത് നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രകാശം വന്നാൽ തന്നെ മതി, അത് ഇരുട്ട് തിരോഭവിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. മറ്റു മാത്രമല്ല, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ പ്രകാശം പള്ളിയിൽ നമസ്കാരത്തിനും നോമ്പിനും മാത്രം എടുക്കുകയും എന്നിട്ട് കൂരിരുട്ടുകൾ ഏന്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്യുകയാണ്. കൂരിരുട്ടുകളാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്, കൂരിരുട്ടുകളാണ് ഫാസിസം എന്ന് പറയുന്നത്, കൂരിരുട്ടുകളാണ് ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറയുന്നത്. ആ ജനാധിപത്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഫാസിസം ഇന്ന് ഈ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമാണ് യഥാർത്ഥ പ്രകാശം, ഇസ്ലാം മാത്രമാണ്. ഇതൊരു അവകാശവാദമല്ല, പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടും, തെളിയിക്കാൻ നമുക്ക് സാധിക്കും. സംവാദത്തിന് തയ്യാറായാൽ മാത്രം മതി. ഇതൊരു സത്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് അള്ളാഹു ഭൂമിയിൽ വ്യാപിക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. പക്ഷെ അത് കയ്യിലെടുത്തുകൊണ്ട് വരാനും ഞാനും നിങ്ങളും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു പിടിക്കുവാൻ ഞാനും നിങ്ങളും സന്നദ്ധമാണോ എന്നതാണ് ഇസ്ലാം നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ഫാസിസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ താഗൂത്താണ്. നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ താഗൂത്ത് ഫാസിസം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു മാറ്റുമ്പോ ഒരു 360 ബിംബങ്ങളെ ഉള്ളായിരുന്നു. റസൂൽ ഈ സാധനങ്ങളെ ബിംബങ്ങളെ എടുത്തു മാറ്റുമ്പോൾ ഇന്ന് 33 കോടി ദൈവങ്ങളാണ്. 33 കോടി ദൈവങ്ങൾ. അത് അവരങ്ങനെ ആരാധിച്ച് നടക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. മാത്രമല്ല, അതിന്റെ മുമ്പിൽ കുമ്പിടാത്തവരൊക്കെ ഈ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും. അവർക്ക് പ്രാഥമികമായ വോട്ടവകാശം പോലും അത് തടയപ്പെടുമെന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ വിഷയമായി മാറുന്നത്. നമ്മൾ ഇനി നോക്കി നിന്ന് കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ഫലസ്തീനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനെങ്ങാനും ആ 10% ബാക്കി വെക്കാൻ വേണ്ടി അവർ 7% ജൂതന്മാർ. ആ ജൂതന്മാർ കടന്നു കയറി 90 ചില്ലാനം പ്രദേശങ്ങളും ഫലസ്തീനിന്റെ പിടിച്ചെടുത്തു. ആ 10% വേണ്ടി അവർ പടപൊരുതുന്നില്ല എങ്കിൽ ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും അവസ്ഥ എന്താണ്? എല്ലാവരെയും വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ രാജാക്കന്മാരും അതുപോലുള്ള എല്ലാ സംഘങ്ങളും ഉണ്ടാവുമായിരുന്നു. അറബ് തമ്പരാക്കന്മാർ വരെ ഉണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തെ വിഴുങ്ങി അവർക്ക് ചാവരക്കുന്നവരാക്കി മാറ്റിക്കളയുമായിരുന്നു. ആ ജനത, ആ ചെറിയൊരു ശതമാനം അവിടെ കടിച്ചു പിടിച്ച് നിന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോക മുസ്ലിങ്ങളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സമൂഹമെങ്കിലും ഈ സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി രംഗത്ത് വരേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ലിംഗപൂജകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, വൃത്തികെട്ട ബിംബാരാധനകളും ലിംഗപൂജകളും. എന്നിട്ട് അതിലേക്ക് അത് പൂജിച്ചോ കുഴപ്പമില്ല, പക്ഷെ ആ ലിംഗപൂജയിലേക്ക് എല്ലാവരും വരണമെന്ന് പറയുന്നു. ചാണകവും മൂത്രവുമാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും നോക്ക്, ചാണകം തളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ചാണകത്തെക്കാളും മോശമാണ് ദലിതർ, പട്ടികജാതിക്കാർ, പട്ടിക വിഭാഗക്കാർ. നമുക്ക് കാണാൻ സാധിക്കും, ക്ഷത്രിയൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ശിരസിൽ നിന്ന്, ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഭഗവാന്റെ ശിരസിൽ നിന്ന് രൂപപ്പെട്ടതാണ് പോലും. അതാണ് അവരുടെ ഭയങ്കര വിശ്വാസം, മതത്തിന്റെ വിശ്വാസമായിട്ട് കൊണ്ടു നടക്കുകയാണ്. കൊണ്ടു നടന്നോ കുഴപ്പമില്ല, എല്ലാവരും അത് വിശ്വസിക്കണം എന്ന് പറയുന്നിടത്താ കുഴപ്പം. നോക്കൂ നിങ്ങൾ, അതിൽ നിന്ന് ഭഗവാന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണർ, ചുമലിൽ നിന്ന് ക്ഷത്രിയർ, ഭഗവാന്റെ തുടയിൽ നിന്ന് വൈശ്യർ, അതേപോലെ പാദത്തിൽ നിന്ന് ശൂദ്രർ, ഭഗവാന്റെ മലമൂത്ര വിസർജനത്തിൽ നിന്ന് പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി ദലിതുകൾ. മലമൂത്ര വിസർജനത്തിൽ നിന്ന്. എന്നിട്ട് ആ മലമൂത്ര വിസർജനത്തിന് അവൻ എന്തെങ്കിലും ബാക്കിയുള്ളവരെ തൊട്ട് കഴിഞ്ഞാൽ ഈ മലമൂത്ര വിസർജനം കൊണ്ട് വൃത്തിയാക്കണം എന്നാണ്. ചാണകം തളിക്കുക ചെയ്യാം, ചാണകം കൊണ്ട് തളിക്കും. കാരണം എന്താണ്? അതിനേക്കാളും മോശമായതുകൊണ്ടാണല്ലോ ചാണകം തളിച്ചിട്ട് വൃത്തിയാക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, അവർ തൊട്ടാൽ ചാണകം തളിക്കണമെന്നാണ് ഇന്നത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ കാലത്ത് വർത്തമാനം പറഞ്ഞ് നമ്മൾ എന്തിനാണ് ഇപ്പോ ഇത്തരം വർത്തമാനം പറയുന്നത്? നന്നല്ല, ഇന്നത് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി അത്തരം ഒരു മിസം തന്നെയാണ് നമ്മളുടെ മേലൊക്കെ അടിച്ചേൽപ്പിക്കുവാൻ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമികമായിട്ട് വിലയിരുത്തുമ്പോൾ മജൂസികളാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. മജൂസികൾ, അഗ്നി ആരാധകർ, അതിനേക്കാളും മോശപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതിന്റെ പ്രതിവിധി എന്താണ്? മറുവശം, ഈ പറഞ്ഞതിന്റെ മറുവശം വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ, അതുമായി ബന്ധപ്പെട്ട സൂറത്ത് ഗുജറാത്തിലെ 13-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, അല്ലയോ മനുഷ്യകുലമേ, നാം ഒരേ ആണിൽ നിന്നും, ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾ ഒന്നാണ് കേട്ടോ. എത്ര വലിയ സന്ദേശം സഹോദരങ്ങൾ! ഒരൊറ്റ ഖുർആനാണ് ഈ പറയുന്നത്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നമുക്കങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് തകരാറുണ്ട് എന്നാണ്. ഈ പട്ടികജാതി, പട്ടികവർഗം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആദിവാസി, ദലിത് സമൂഹം നമ്മളുടെ ഉപ്പാന്റെ ഉമ്മാന്റെ മക്കളാണ് എന്ന് മനുഷ്യകുലത്തോട് പ്രഖ്യാപിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്.
തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഒരു വീട്ടിൽ 10 മക്കളുണ്ട്. ആ 10 മക്കളുടെ പേരും ഉമർ എന്നാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയും? ഏത് ഉമർ? ആ ഉമർ, ഈ ഉമർ, എന്തുമർ? അതാണ് പ്രശ്നം. അതുകൊണ്ട് അത് ഓരോരോ പേരാണ്, ഓരോരോ പേര് കൊടുത്തിരിക്കുന്നത്. അതേപോലെ രാജ്യത്തിനും ആ പ്രശ്നമുണ്ട്, ലോകക്രമത്തിനും ആ പ്രശ്നമുണ്ട്. അവിടെയൊക്കെ മനുഷ്യന്മാര് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രമാണ്. ഒരാളെ കണ്ടാൽ തന്നെ ഇന്ത്യക്കാരനാണ്, കേരളക്കാരനെ കണ്ടാൽ അറിയാം. നമുക്കറിയാം ഇവിടെ നടന്ന കേരള ഇയാൾ മലയാളിയാണെന്ന് നമുക്ക് അറിയുന്ന രീതിയിൽ അള്ളാഹു വേർതിരിച്ചു വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത്. നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാകും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഉത്തമൻ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. അള്ളാഹുവിന്റെ ഈ കൽപ്പന, ഈ വേർതിരിവില്ലാത്ത ഈ അവസ്ഥ, അല്ലെങ്കിൽ ഒന്നാണ് എന്ന അതിൽ തഖ്വ പുലർത്തുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നു. ഇന്നല്ലാഹ അലീമുൻ ഹബീർ, തീർച്ചയായും അള്ളാഹു അറിയുന്നവനും നല്ല ബോധമുള്ളവനാണ്. ഹബീർ എന്ന ആഴത്തിൽ അറിയുന്നവനാണ്, നല്ല ബോധവാനാണ്. ആ ബോധവാനാണ് ഈ വർത്തമാനം, ഈ സാഹോദര്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഏകദൈവത്വം, ഏകമാനവികത രണ്ടും ഒന്നിച്ചു കൊണ്ടുവരണം. ഏകദൈവത്വം ഇങ്ങനെ കൊണ്ടുവന്ന് അത് അവതരിപ്പിച്ചത് കൊണ്ട് ആയില്ല. ഏകമാനവികത, അതേ ദൈവത്തിന്റെ സന്താനങ്ങളാണ് സകലരും എന്ന ഏകമാനവികതയും ചേർത്ത് വെക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ. അതുകൊണ്ടാണ് നഫ്സും വാഹിദ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റാത്മാവ്, ഒന്നിൽ നിന്ന് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരിക്കലും ഒരു തരത്തിലുള്ള വിവേചനവും നിങ്ങൾ അനുവദിച്ചു പോകരുത്. നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മതത്തിൽ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ വെറുതെയാണ് നമ്മൾ ഇസ്ലാം സ്വീകരിച്ച് നടക്കുന്നത്. ഏതിന്റെ പേരിൽ? ദേശത്തിന്റെ പേരിൽ. അത് അള്ളാഹു തീരുമാനിച്ചത്. ആ ദേശം ആർക്കെങ്കിലും വല്ല പങ്കുണ്ടോ? ബാംഗ്ലൂരിൽ ജനിച്ചതിൽ, കേരളത്തിൽ ജനിച്ചതിൽ, ഈ അതുപോലെ തന്നെ ഭാഷ അള്ളാഹു തീരുമാനിച്ചതാണ്. ആരാണ് മാതാവാവണമെന്ന് തീരുമാനിച്ചവനാണ് മാതൃഭാഷ തീരുമാനിച്ചത്. ആ ഭാഷ അള്ളാഹു തീരുമാനിച്ചതാണ്. കാലം അള്ളാഹു തന്നെയാണ്. വൽ അസ്ർ, കാലമാണ് സത്യം എന്ന് അള്ളാഹു പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കണം, ഈ ഒരു മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണമെന്ന് അള്ളാഹു മാത്രമാണ് തീരുമാനിച്ചത്. പ്രകൃതി നിയമമാണെങ്കിൽ അതിന് അള്ളാഹു എന്ന് പറയണം. കോലം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപവും അതുപോലുള്ള അവസ്ഥകളൊക്കെ അള്ളാഹു തീരുമാനിച്ചതാണ്. ലിംഗം ആണും പെണ്ണുമാക്കിയതിൽ ആർക്കും ഒരു പങ്കുമില്ല. ആ അർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ. അതേപോലെ നിറം, ആർക്കെങ്കിലും നിറം മാറ്റാൻ സാധിക്കുമോ? സാധ്യമല്ല, വെറുതെയാണ്. അതൊക്കെ ക്യാൻസറും മാരകമായ രോഗങ്ങളും വരെയായി മാറുന്നുണ്ട്. ആ നിറം അള്ളാഹു തീരുമാനിച്ചത്. അതിന്റെ പേരിൽ ഒരു ആദ്യത്തരം മതം അള്ളാഹു തീരുമാനിച്ചതാണ്. ജാതി അള്ളാഹു തീരുമാനിച്ചതാണ്. ഏത് ജാതിയിൽപ്പെട്ടവനാണെന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. അതേപോലെ തന്നെ സ്ഥാനമാന ജോലി വരെ അങ്ങനെ നമുക്ക് തീരുമാനിച്ചൊരു ഡോക്ടറാവാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അയാൾ ഡോക്ടറായില്ലെന്ന് മാത്രമല്ല, താഴേക്കിടയിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി എന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി പദമൊക്കെ എൻ്റെ അടുത്ത് വരും. അപ്പൊ സ്ഥാനമാനങ്ങൾ പോലും ഒരുത്തൻ മാത്രം, ഏത് ശക്തിയാണോ ആ ശക്തിക്ക് വിധേയപ്പെടണം. അവിടെ എങ്ങാനും ഏതിന്റെയെങ്കിലും പേരിൽ ഒരു ജ്ഞാനീയത്തിന്റെ കണിക വന്നാൽ അവന് സ്വർഗമില്ല എന്ന് പറഞ്ഞു, അവന് നരകമാണ്. അതുകൊണ്ടാണ് ഇബ്ലീസിന്റെ നിലപാടാണത്. ഏതെങ്കിലും ഒരു ജ്ഞാനീയത്ത് നമ്മളുമായി ചേർത്ത് ചിന്തിക്കണം. നമ്മുടെ ജോലിക്കാരുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളുമായിട്ടൊക്കെ അങ്ങനെ ഏതെങ്കിലും പേരിൽ ഒരു ജ്ഞാനീയത്ത് നമ്മളിൽ വളർന്നാൽ ഈ ശ്വാസത്തിന്റെ ഉടമയാണ്, അതിന്റെ ഉടമ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിനീത വിധേയരായി മാറാൻ സാധിക്കണം. ശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ, പിന്നല്ലേ നമ്മൾ വലിയ നമ്മുടെ സ്ഥാനവും മാനവും പദവിയും നിറം കോലൊക്കെ. ഈ ശ്വാസം കീഴ്പോട്ട് വിടുന്നത് മേലോട്ടെടുക്കാൻ സഹായിക്കുന്നവൻ മാത്രമാണ് എല്ലാത്തിന്റെയും ഉടമ എന്ന വലിയൊരു സത്യം. അവനാ പറയുന്നത്, നിങ്ങളൊരു മാതാപിതാക്കളുടെ മക്കളാണ്. പ്രവാചകൻ നോക്കുന്നു, ഇതേതാ മാസം എന്നറിയോ, ഇതേതാണ് വർഷം എന്നറിയോ, ഇതേതാണ് പ്രദേശം എന്നറിയോ, ഇതാ ദിവസം എന്നറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹജ്ജത്തുൽ വിദായിലെ പ്രവാചകൻ അറഫയാണ് കേട്ടോ, ദുൽഹജ്ജ് മാസമാണ് കേട്ടോ, അതേപോലെ തന്നെ ഹജ്ജ് മാസം, അങ്ങനെ അർത്ഥത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇന്ന ഇലാഹുക്കും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ രക്ഷകൻ ഒരുത്തൻ മാത്രമാണ്, നാഥൻ ഒന്ന് മാത്രമാണ്, എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യൂബർ വിളിച്ചു പോയപ്പോ ഒരു ചങ്ങാതി, മലയാളിയാണ്, അവൻ 5-8 വർഷമായി അവന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് നടക്കുകയാണ്, വലിയ അഹങ്കാരത്തോടു കൂടി. എന്നിട്ട് അവൻ പറയുന്നു, ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചപ്പോ അവൻ പറയുകയാണ്, ഞാൻ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അതേ വിശ്വസിക്കുള്ളൂ, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എല്ലാം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ്, ആ ദൈവത്തോട്, ഏതാ ദൈവം? ഇത് പറഞ്ഞൊരു ദൈവമാണ്, ആ ദൈവമാണ്, അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഈ ദൈവമാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് അവനോടായി മാറി എന്ന് കരുതി ശ്വാസം നൽകുന്നവനാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കൊടുത്തപ്പോൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ വിടുന്ന ശ്വാസം ഉണ്ടല്ലോ,
അത് മേലോട്ടെടുക്കാൻ ഒരു ശക്തിയാണല്ലോ നിങ്ങൾക്ക് അനുവാദം നൽകുന്നത്. അത് അവസാനിച്ചാൽ നിങ്ങളുടെ എല്ലാം പോയല്ലോ. അതുകൊണ്ട് ആ ശക്തിയാണ് ഇത് നൽകുന്നത്. നിങ്ങൾ ധരിച്ചു വശായതാണ്. തുടർന്ന് അദ്ദേഹം നമ്പറൊക്കെ തരികയും കേൾക്കാൻ തയ്യാറാവുകയും അദ്ദേഹം കുടുംബത്തിന്റെ തന്നെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഒരു യൂബർ, നമ്മൾ എത്ര ഓട്ടോ വിളിക്കുന്നില്ല, എത്ര യൂബർ എത്ര വിളിക്കുന്നുണ്ട്, സംസാരിച്ച് നോക്കിയാൽ അറിയാം. അത്രയും അവസ്ഥയിലാണ്, അന്ധക്കേടുകളിലാണ് ജനങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ സംസാരിച്ച് നോക്കണ്ടേ, അവരോട് ഇത് പറയണ്ടേ, നിങ്ങൾക്കൊരു നാഥനാണ് കേട്ടോ എന്ന് പറയാൻ. വഇന്ന ആബാഉകും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം, എല്ലാം ആദമിൽ നിന്നാണ്. ആദമു മിൻ തുറാബ്, ആദമാവട്ടെ മണ്ണിൽ നിന്ന്. മണ്ണിൽ എന്ന് പറയുന്നത് എന്താണ്? ബോധം വേണം. അഹങ്കാരത്തിന്റെ ചവിട്ടി നടക്കുന്ന മണ്ണുണ്ടല്ലോ, അതിൽ നിന്നാണ് നിന്റെ പിതാവ്, ഏറ്റവും വലിയ പിതാവ് വന്നിരിക്കുന്നത്. പിന്നെ എന്താണോ നിനക്കൊക്കെ അഹങ്കരിക്കുവാൻ പഴുത് എന്ന് ചോദിക്കുകയാണ് ഈ വാക്യത്തിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ കണികയുള്ളവൻ, അവൻ സ്വർഗം മണം പോലും ആസ്വദിക്കാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം. അതുകൊണ്ട് ചീർപ്പിന്റെ പല്ല് പോലെ. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. കറുകറുത്ത ബിലാലിനെയും ഗിഫാരി ഗോത്ര തലവനായ അബൂദറുൽ ഗിഫാരിയും ഒന്നാക്കിയ മതം, അതാണ് ഇസ്ലാം. ഇബ്നു മസ്ഊദ് എന്ന് വിളിച്ചു അദ്ദേഹം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് എന്ന് വിളിച്ചതാ. അത് പ്രവാചകൻ ബിലാലിന് സങ്കടം ഉണ്ടായി. കാരണം സമത്വത്തിന്റെ മതത്തിന്റെ അകത്ത് കിടന്ന് ഒരുത്തന്റെ ആ മനസ്സ് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ അറിയിച്ചു, അത്രേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പ്രവാചകന്റെ കണ്ണ് ചുവന്നു തുടുത്തു. അദ്ദേഹം അബൂദറുൽ ഗിഫാരി എന്ന് പറഞ്ഞ വലിയ ഗോത്രത്തിന്റെ തലവനാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അബൂദറേ, നിന്നിലൊക്കെ ജാഹിലിയത്ത്, താങ്കളിൽ ഇപ്പോഴും ജാഹിലിയത്തിൽ അംശമുണ്ട് കേട്ടോ. അംശം മതി എന്ന് പറഞ്ഞു. അത് മതി. എന്നിട്ട് അവസാനം അദ്ദേഹം ഓടുന്നുണ്ട് ബിലാലിനെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അദ്ദേഹം ബിലാലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്ത് അദ്ദേഹം അവിടെ കിടന്നു കൊടുത്ത് കവിളത്ത് ചവിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഇസ്ലാം. അപ്പൊ ബിലാൽ അദ്ദേഹത്തെ പൊക്കിയെടുക്കുകയും വാരിയെടുക്കുകയും കെട്ടിപ്പിടിച്ച് ആ കവിളത്ത് ഉമ്മ വെക്കുകയും ചെയ്ത സാഹോദര്യം, അതാണ് ഇസ്ലാം. നോക്കൂ നിങ്ങൾ, ഈ ഇയാളന്മാരായ മനുഷ്യന്മാരെ ഏറ്റെടുത്ത് കൊണ്ടുവരണം. ചാണകത്തുനിന്നുണ്ടായത് പോലും, ചാണകത്തുനിന്ന്. അതുകൊണ്ട് അവരൊക്കെ ഇടപെട്ടാൽ ചാണകം തളിക്കണമെന്ന് പോലും. എന്നിട്ടൊരു രോഷം വരുന്നില്ല. ഒരു ജനതയെ കോടിക്കണക്കിന് ആളുകൾ ഈ കോലത്തിൽ കിടത്തപ്പെട്ടിട്ട് ഞാനും നിങ്ങളും ദിക്റുവായാലും മാത്രം കഴിഞ്ഞുകൂടിയാൽ മതിയോ? നമുക്ക് പ്രവാചകനെ പോലെ ബാധ്യതയില്ല, അങ്ങോട്ട് കടന്നു ചെല്ലാൻ ബാധ്യതയില്ല, ഏറ്റെടുക്കാൻ ബാധ്യതയില്ല. നമുക്ക് അവർക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കും, ജനം ഒന്നിക്കും. അതാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ പോലുള്ള സംഗതി കണ്ട് ചെന്നപ്പോഴേക്ക് തന്നെ ഭൂമി വരെ തരാൻ തയ്യാറാവുന്ന ഒരവസ്ഥ. ഇവർക്കൊക്കെ ആ അർത്ഥത്തിൽ ഏറ്റെടുത്ത് കൊണ്ടുവരാൻ സന്നദ്ധമാണോ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതാണ് സ്വാതന്ത്ര്യം. യഥാർത്ഥ സ്വാതന്ത്ര്യം. ഭക്ഷണവും പാർപ്പിടവും കുടിവെള്ളവും എല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇസ്ലാമിക ശറഅ്, ആ ശറഉമായിട്ട് ഇറങ്ങാൻ സന്നദ്ധമല്ല എങ്കിൽ, എന്നിട്ട് ഈ സ്വാതന്ത്ര്യ ആഘോഷത്തിൽ തന്നെ യാതൊരു പ്രശ്നവുമില്ല, വോട്ട് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഭരണഘടന പിച്ചു ചീന്തിയാലും വലിച്ചെറിഞ്ഞാലും അതൊക്കെ ഫാസിസ്റ്റുകൾ മറ്റോലും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഒതുങ്ങുന്നുവെങ്കിൽ, എന്നിട്ട് ആ സന്തോഷത്തോടു കൂടി തന്നെ ഇത്തരം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നുവെങ്കിൽ, പ്രതിപക്ഷ നേതാവിന്റെ വാക്കിന് പോലും യാതൊരു വിലയും കൊടുക്കാത്ത ഭരണകൂടങ്ങളെ പിടിച്ചു കെട്ടാൻ സന്നദ്ധമല്ല എങ്കിൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് ഈ തിരിച്ചറിവിലൂടെ നമ്മുടെ പൂർവികരിലേക്ക്, ആലി മുസ്ലിയാരിലേക്കും അതേപോലുള്ള ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ മമ്പറും തങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് തിരിച്ചാവാഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം, തിരിച്ചു പിടിക്കണം. നമ്മളായിരിക്കണം ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജിക്ക് നൽകിയതുപോലെ ഈ സമൂഹത്തിലെ രാഷ്ട്ര നേതാക്കന്മാർക്ക്, ബാക്കിയുള്ള അവശേഷിക്കുന്ന ആളുകൾക്ക് ഈ ഇസ്ലാമിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയൊരു ഖിലാഫത്ത് പ്രസ്ഥാനം ഇനിയും വേണമെങ്കിൽ അതും കൂടെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഒരു വിശ്വാസി പോലും ആകുന്നത്. അതാണ് ഇസ്ലാമിന്റെ മജ്ജയും മാംസവും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വമാലക്കും ലാ തുഖാത്തിലെന്ന് അള്ളാഹു പറയാനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യത്തിന്റെ യാഥാർത്ഥ്യം ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിമോചകരായി മാറാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കുമെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.